സമ്പത്തുണ്ടാക്കുക ഈ വാക്ക് കേൾക്കുമ്പോഴെന്താ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത്? വലിയ സ്റ്റോക്ക് മാർക്കറ്റുകൾ അല്ലെങ്കിൽ സങ്കീർണമായ ബിസിനസ് കണക്കുകൾ. എന്നാൽ ഇതിന്റെയൊക്കെ അടിസ്ഥാന ആശയം വളരെ വളരെ സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞാലോ? ആ ആശയം മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ കഥ കേൾക്കാം. ശരി, അപ്പൊ തുടങ്ങാം. ഓക്കെ, നമുക്കിതേ ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ കാണുന്ന ഒരു കുപ്പി വെള്ളം, ഇതിന് നിങ്ങൾ എത്ര കൊടുക്കും? ഒരു 20 രൂപ അല്ലെങ്കിൽ 30? ഉത്തരം സിമ്പിളാണെന്ന് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് ഈ വെള്ളത്തിന്റെ മൂല്യമുണ്ടല്ലോ, അത് അവിശ്വസനീയമായി മാറും. അതാണ് നമ്മുടെ ഈ കഥയുടെ ട്വിസ്റ്റ്. അപ്പോ നമ്മുടെ കഥയിലെ ഹീറോയെ പരിചയപ്പെടാം. പേര് മൈക്ക്. മൈക്ക് നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ ആളുടെ തലയിൽ വളരെ സിമ്പിൾ, എന്നാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് ഐഡിയ ഉദിക്കാൻ പോവുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം മൈക്ക് വെറുതെ വെതർ ഫോക്കാസ് നോക്കുകയായിരുന്നു. അതിൽ കണ്ടത് എന്താണെന്നോ? വരാൻ പോകുന്നത് കത്തിക്കാളുന്ന ഒരു ചൂടുള്ള ദിവസമാണെന്ന്. സാധാരണ നമ്മളൊക്കെ എന്താ ചെയ്യും? അയ്യോ എന്തൊരു ചൂട് എന്ന് പറഞ്ഞ് പരാതിപ്പെടും അല്ലേ? പക്ഷേ മൈക്ക് അതിൽ കണ്ടത് ഒരു പരാതിയല്ല, ഒരു ഒന്നൊന്നര അവസരമായിരുന്നു. മൈക്കിന്റെ പ്ലാൻ അത് വളരെ സിമ്പിളായിരുന്നു. സ്റ്റെപ്പ് 1 ഒരു പെട്ടി വെള്ളം വാങ്ങി. സ്റ്റെപ്പ് 2 ഒരു ബാഗ് നിറയെ ഐസും സംഘടിപ്പിച്ചു. ഇനി സ്റ്റെപ്പ് 3, ഇതാണിതിലെ ഏറ്റവും വലിയ കളി. ആളുകളൊക്കെ നടക്കാനും ഓടാനും വരുന്ന ഒരു പുഴയുടെ സൈഡിലെ നല്ല തിരക്കുള്ളൊരിടത്ത് ഒരു സ്റ്റോൾ അങ്ങ് സെറ്റ് ചെയ്തു. കേൾക്കുമ്പോ എന്ത് നിസ്സാരമായിട്ട് തോന്നുന്നു അല്ലേ? പക്ഷെ ആ 3ാമത്തെ സ്റ്റെപ്പ്, ആ ലൊക്കേഷൻ, അതായിരുന്നു ഗെയിം ചേഞ്ചർ. എന്നിട്ടോ മൈക്ക് ഒരു ബോർഡും വെച്ചു. അതിലെ വെള്ളത്തിന്റെ വില എത്രയാണെന്നറിയോ? ഒരു കുപ്പിക്ക് 5 പൗണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ, കടയിൽ കിട്ടുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി. ആഹാ, ഇവിടെ മുതലാണ് കഥ ശരിക്കും അങ്ങ് ചൂടുപിടിക്കുന്നത്. അപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ഈ വില കണ്ടതും ആളുകൾക്ക് സഹിച്ചില്ല. മൈക്കിന് ചുറ്റും പിന്നെ പതുക്കെ പതുക്കെ എതിർപ്പുകൾ ഉയരാൻ തുടങ്ങി. അതുവഴി പോയ ഒരാള് ആ ബോർഡിലേക്കൊന്ന് നോക്കി, എന്നിട്ട് പുച്ഛത്തോടെ പറഞ്ഞു, ഹ, ഒരു കുപ്പി വെള്ളത്തിന് 5 പൗണ്ടോ? എന്തൊരു പിടിച്ചുപറിയാണിത്. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗല്ലേ? കാരണം നമ്മുടെ ഒക്കെ മനസ്സിൽ ഓരോ സാധനത്തിനും ഒരു കണക്കുണ്ട്, ഒരു സാധാരണ വിലയുണ്ട്. അപ്പോ തന്നെ അടുത്തയാൾ വന്നു. എന്റെ അടുത്തുള്ള കടയിൽ ഇതിന് വെറും 1 പൗണ്ടേ ഉള്ളൂ. അവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പം അത് 100% ശരിയാണ്. കടയിലെ വില വെച്ച് നോക്കുമ്പം മൈക്ക് ചെയ്യുന്നത് ശുദ്ധ അന്യായമായിട്ട് തന്നെ തോന്നും. പക്ഷേ ഈ കുറ്റപ്പെടുത്തലൊന്നും മൈക്കിന് ഒരു തരി പോലും ബാധിച്ചില്ല. എന്താ കാരണമെന്നറിയോ? കാരണം മൈക്കിന് ഒരൊറ്റ കാര്യം ഉറപ്പായിരുന്നു. ഈ വഴക്ക് കൂടാൻ വരുന്നവരല്ല തനിക്ക് വേണ്ട കസ്റ്റമേഴ്സ്. താൻ കാത്തിരിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്, തന്റെ വെള്ളം ശരിക്കും ആവശ്യമുള്ള ഒരാൾക്ക് വേണ്ടി. അങ്ങനെ നമ്മളീ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക്, ആ ടേണിംഗ് പോയിന്റിലേക്ക് വരികയാണ്. ഇവിടെയാണ് ആ മാജിക് സംഭവിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഇത്രയും സിമ്പിളായൊരു കച്ചവടത്തിലൂടെ സമ്പത്തുണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ കാത്തിരിക്കുമ്പോ ദാ വരുന്നു മൈക്കിന്റെ കസ്റ്റമർ. ആകെ വിയർത്തൊലിച്ച് ക്ഷീണിച്ച് അവശനായി ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു വരുന്ന ഒരാള്. വെറുതെ ദാഹിക്കുകയല്ല, ആ നിമിഷം, ആ സെക്കൻഡില് അയാൾക്ക് ആ വെള്ളം കിട്ടിയേ മതിയാവൂ. പിന്നെ ഒന്നും നോക്കിയില്ല, കച്ചവടം ഒറ്റ നിമിഷം കൊണ്ട് നടന്നു. ആ മനുഷ്യൻ ഒരു മടിയും കൂടാതെ 5 പൗണ്ട് എടുത്തു കൊടുത്തു. മൈക്ക് നല്ല തണുപ്പ് വെള്ളവും കൊടുത്തു. കണ്ടില്ലേ? സിമ്പിൾ എക്സ്ചേഞ്ച്. ഒരാൾക്ക് പണം കിട്ടി, മറ്റേയാൾക്ക് വെള്ളവും. പക്ഷേ സത്യത്തിൽ അവിടെ നടന്നത് അതിലും എത്രയോ വലിയൊരു കാര്യമാണ്. ഇതാണ് ഈ കഥയുടെ ഹൃദയം. വെൽത്ത് ക്രിയേഷൻ. അതായത് സമ്പത്ത് സൃഷ്ടിക്കാന്ന് പറഞ്ഞാല് ഒരാള് മാത്രം കാശുണ്ടാക്കുന്ന ഏർപ്പാടല്ല. ഒരു കച്ചവടത്തില് അതിലുള്ള 2 പേർക്കും അവർ കൊടുത്തതിനേക്കാൾ വിലപ്പെട്ട എന്തെങ്കിലും തിരികെ കിട്ടണം. അപ്പോഴാണ് അവിടെ ശരിക്കും സമ്പത്തുണ്ടാവുന്നത്. നമുക്കിതൊന്നും ബ്രേക്ക് ഡൗൺ ചെയ്തു നോക്കാം. മൈക്കിന് വെള്ളം വാങ്ങിയ കാശിനേക്കാൾ കൂടുതൽ കിട്ടി. അപ്പൊ അയാള് കൂടുതൽ സമ്പന്നനായി. ശരി, എന്നാൽ ആ വെള്ളം വാങ്ങിയ ആളോ? അയാളും കൂടുതൽ സമ്പന്നനായി. എങ്ങനെയാണെന്നല്ലേ? കാരണം ആ സമയത്ത്, ആ ഒരൊറ്റ നിമിഷത്തിൽ അയാളുടെ കയ്യിലിരുന്ന 5 പൗണ്ടിനേക്കാൾ 1000 മടങ്ങ് വിലയുണ്ടായിരുന്നു ആ തണുത്ത വെള്ളത്തിന്. ഇതൊരു പെർഫെക്റ്റ് വിൻ വിൻ സിറ്റുവേഷനായിരുന്നു. അപ്പൊ ഈ കഥ മുഴുവൻ കറങ്ങി തിരിയുന്നത് ഒരൊറ്റ വാക്കിന് ചുറ്റുമാണ്: മൂല്യം അല്ലെങ്കിൽ വാല്യൂ. പക്ഷെ എന്താണ് ഈ മൂല്യം എന്ന് പറയുന്നത്? നമ്മൾ കടയിൽ കാണുന്ന പ്രൈസ് ടാഗിലെ നമ്പർ മാത്രമല്ലത്. ഈ കഥ അത് ശരിക്കും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ വെള്ളം വാങ്ങിയ ആളുടെ വാക്കുകൾ കേട്ടാൽ മാത്രം മതി. അയാള് മൈക്കിനോട് പറഞ്ഞതെന്താണെന്നോ? നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. അടുത്ത കട 1 മൈൽ അപ്പുറത്താണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ 5 പൗണ്ടൊക്കെ എന്ത്? കണ്ടോ? നേരത്തെ പകൽക്കൊള്ള എന്ന് പറഞ്ഞ അതേ 5 പൗണ്ട് ഇപ്പോൾ ഒരു ലൈഫ് സേവറായി മാറി. ഈ ടേബിളിൽ നോക്കിയാല് സംഭവം ക്ലിയറാവും. കടയില് വില വരും 1 പൗണ്ട്.
പക്ഷേ അങ്ങോട്ടൊരു മൈൽ നടന്നു പോണം. അതിന്റെ സമയവും കഷ്ടപ്പാടും വേറെ. എന്നാൽ മൈക്കിന്റെ സ്റ്റാളിൽ വില 5 പൗണ്ടാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ള അതേ നിമിഷം കിട്ടുന്നു. അപ്പോ ആ കസ്റ്റമർ സത്യത്തിൽ വാങ്ങിയത് വെറുമൊരു വെള്ളം മാത്രമല്ല, തന്റെ അപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ്. അപ്പോ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം. വാല്യൂ എന്നത് ഒരു പ്രോഡക്റ്റിൽ മാത്രമല്ല ഇരിക്കുന്നത്. ശരിയായ സാധനം ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് കിട്ടുമ്പോഴാണ് അതിന് യഥാർത്ഥ മൂല്യമുണ്ടാവുന്നത്. റൈറ്റ് പ്രോഡക്റ്റ്, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം. ഇതാണ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫോർമുല. മൈക്ക് മനസ്സിലാക്കിയതും ഈ ഒരു സിമ്പിൾ ഐഡിയ ആണ്. ഈ ചെറിയ കഥ നമ്മളോടും ഒരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് എവിടെയാണ് ഇതുപോലെ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ഒരാളുടെ പ്രശ്നത്തിന് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ഒരു പരിഹാരമാകാൻ നിങ്ങൾക്ക് കഴിയാം? ഇതിനെപ്പറ്റി ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. എന്തായാലും ഇത് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി.